ആ പോളിസി ഞാൻ നോക്കി, ശരിയാ. 2 മാസത്തെ പ്രീമിയം അതിൽ മുടങ്ങിയിട്ടുണ്ട്. ആ, ഒരു കാര്യം ചെയ്യാം സാർ, നിഖിലിനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കാം. അവൻ ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ ശരിയാക്കി തരും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ സാറിന്റെ വീട്ടിലേക്ക് വരാം. എനിക്കൊന്ന് കുളിക്കണം, അത്ര സമയം മതി. ആ, ഇപ്പൊ തന്നെ വരാം സാർ. ആ, ശരി സാർ. നീ വേഗം ആ കോൾ ലിസ്റ്റ് എടുത്ത് നോക്ക്. അവള് വിളിച്ചിട്ടുണ്ടോന്ന് നോക്ക്. ഒന്ന് വേഗം ആവട്ടെ. ഇപ്പൊ കുളിച്ചിട്ടിറങ്ങും. അമ്മ വിളിച്ചിട്ടുണ്ടമ്മേ, ഇന്നലെ രാത്രി 10 മണിക്ക്. സമയവും കാലവും ഒന്നും നോക്കി നിൽക്കാതെ നീ വേഗം ഒന്ന് കേൾപ്പിക്ക് പെണ്ണേ. എന്താ പറഞ്ഞേക്കുന്നെന്ന് നോക്കാലോ. ഹലോ മോളെ. എനിക്ക് ഒരു മനസമാധാനവും ഇല്ല, അതുകൊണ്ട് അമ്മ അവനെ വിളിച്ചത്. ഒരു ഭാഗത്ത് ഗൗതം ജയിലിൽ കിടക്കുന്നു, മറുവശത്ത് പ്രണവ് എവിടെയാണെന്ന് പോലും അറിയില്ല. അമ്മയാണെങ്കിൽ കരഞ്ഞു വിളിച്ച് കിടപ്പ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഊഹമില്ല അമ്മാവ. നീ തളർന്നു പോരുത് മോളെ. ഗൗതമിനെ ജയിലിൽ തറക്കണം, പ്രണവിനെ കണ്ടുപിടിക്കുകയും വേണം. അതിന് മുൻകൈ എടുക്കാൻ നീയല്ലാതെ വേറെ ആരുമില്ല, അറിയാലോ. എല്ലാം അറിയാം, പക്ഷെ എന്ത് ചെയ്യാന്? എതിർപക്ഷത്ത് നിൽക്കുന്നത് CKC അല്ലേ? എനിക്കറിയാം, അയാളും അയാളുടെ ഭാര്യ ജ്യോതിർമയും ചേർന്ന് പ്രണവിനെ പിടിച്ചോണ്ട് പോയത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. നിസ്സാരക്കാരല്ലോ അവര്. നിയമത്തിന്റെ വഴിയിൽ പോകാവുന്നിടത്തോളം പോണം. അതേ ഇപ്പൊ മോൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പോലീസിനൊക്കെ ആ CKC വിലക്കെടുത്തിരിക്കുക. നിർത്തി. എന്തോന്നാടി മോളെ ഇത്? ഗൗതവും നിധിയും ചേർന്നാണ് പ്രണവിനെ എവിടെ പൂട്ടിയിട്ടിരിക്കുന്നതെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് നിധി പറയുന്ന എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിധി നിന്റെ അച്ഛനോട് സംസാരിക്കുന്നത് കേട്ടിട്ട് പ്രണവിനെ കാണാതായതിനു പിന്നിൽ അവൾക്കും ഗൗതമിന് എന്തെങ്കിലും കൈയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേ ശിവാനി, നീ ഇങ്ങനെ കാടടച്ച് വെടിവെച്ചിട്ട് ഒരു കാര്യമില്ല. ഗൗതവും നിധിയുമാണ് കുറ്റക്കാരെന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരിക്കലും പ്രണവിനെ തിരിച്ചു കിട്ടാനും പോകുന്നില്ല. ഇപ്പൊ എനിക്കൊരു സംശയം തോന്നി തുടങ്ങി. ഒരു പക്ഷേ ഈ CKCയും ജ്യോതിർമയും തന്നെ ആയിരിക്കോ പ്രണവിനെ പിടിച്ചോണ്ട് പോയത്? കുരുട്ടബുദ്ധിയുടെ കാര്യത്തിൽ അയാളുണ്ടല്ലോ, ആ CKC അയാളെ നിന്നെ തോൽപ്പിക്കും. പ്രണവിനെ പിടിച്ച് എവിടെയെങ്കിലും കൊണ്ട് പൂട്ടിയിട്ടിട്ട് ആ പഴി ഗൗതമിന്റെ തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കാനാണ് അയാളുടെ ഉദ്ദേശമെങ്കിലോ? ഇപ്പോ നിനക്കും ആ സംശയം തോന്നി തുടങ്ങിയല്ലേ? ഇല്ല, എനിക്ക് പ്രണവിന് പോകാൻ ഒരിടയില്ലാത്തപ്പോ അഭയം തന്നവരാ അങ്കിളും ആന്റി. അവരൊരിക്കലും പ്രണവിനെ ഉപദ്രവിക്കില്ല. കള്ളന് കഞ്ഞി വെച്ചവളാ അമ്മ നിധി. അവളെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എറിഞ്ഞതാ. പ്രണവിനെ കണ്ടെത്താൻ ഞാൻ ഏതറ്റം വരെ പോകുമെന്ന് നിധിക്ക് നന്നായിട്ട് അറിയാം. അച്ഛന്റെ ഫോൺ എടുത്ത് ഞാൻ പരിശോധിക്കുമെന്ന് കാലേക്കൂട്ടി ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ നിധിക്കുണ്ട്. ഞാൻ അങ്ങനെ ഫോൺ പരിശോധിച്ച് ഫോൺ റെക്കോർഡ് കേട്ടാൽ കൃത്യമായി പ്രണവിനെ കാണാതായതിന്റെ പഴി CKC അങ്കിളുടെയും ജ്യോതി ആന്റിയുടെയും തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കാനുള്ള നിധിയുടെ ഒരു അടവായത്. എന്റെ അമ്മ ഇവളിത് മനഃപൂർവ്വം പറഞ്ഞതാ. ഇത് കേട്ട് ഞാൻ വിശ്വസിക്കണം അങ്കിളാണ് എന്നെ ചതിക്കുന്നതെന്ന്. അതോടെ അവരെന്റെ ശത്രുവായിട്ട് മാറുമല്ലോ. എന്തോ അത്രയ്ക്കൊക്കെ കടന്ന് ചിന്തിക്കും ആരെങ്കിലും? ആരും ചിന്തിക്കില്ല, പക്ഷെ നിധി ചിന്തിക്കും. അവള് ചിന്തിക്കും, അതാണ് എനം. എന്നാലും എനിക്കെന്തോ ഇതിൽ ചെറിയ സംശയമുണ്ട്. അമ്മ സംശയിക്കാനൊന്നുമില്ല. അച്ഛന് മുറിയിൽ ഫോൺ ചാർജ് ചെയ്യാൻ പ്ലഗ് ഉണ്ടല്ലോ. എന്നിട്ടെന്തിനാ ഫോൺ കൊണ്ടുവന്ന് വെളിയിൽ കുത്തിയിട്ടിട്ട് പോയത്? എന്തിനാ? ആ, ഞാൻ വന്നത് അച്ഛൻ അറിഞ്ഞല്ലോ. അപ്പൊ ഞാനിത് എടുക്കാൻ പാകത്തിന് ഫോൺ അങ്ങ് വെച്ചിരുന്നു.
എന്നിട്ടോ കുളിക്കാൻ പോവുകയാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇത് അമ്മ അവന് മരുമോളും ചേർന്ന് നടത്തുന്ന ഒരു കളിയമ്മ. എന്തായാലും നീ വേഗം ഫോൺ കൊണ്ടുപോയി വെക്ക്. നീ ഫോൺ എടുത്ത വിവരം അങ്ങേരെ അറിയണ്ട. ചെല്ലേ. എന്തോ എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല. ഇതിൽ എന്തൊക്കെയോ ചതി മണക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ടെൻഷൻ ഒന്നും വേണ്ട. മാനേജരോട് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് എല്ലാം കിട്ടും. എത്രയും പെട്ടെന്ന് ടാക്സിന്റെ കാര്യങ്ങളെല്ലാം ഒരു തീരുമാനമാക്കണം. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ടാക്സ് റിഡക്ഷന്റെ കാര്യം ബഡ്ജറ്റിൽ പറഞ്ഞു എന്നല്ലാതെ ഒരു ഗവൺമെന്റ് ജിയോ വന്നോ എന്ന കാര്യത്തിൽ ഉറപ്പൊന്നും ആയിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ കമ്പനി ലോസ് ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേത് വിട്ടേക്ക് ജോസഫേ, ഈ വർഷത്തേത് നോക്കിയോ. നമ്മുടെ വളർച്ച തുടങ്ങാൻ പോവാ. അതെന്താ CKC ഇത്ര ഉറപ്പ്? ഒറ്റ ഉറപ്പേ എനിക്കതിൽ പറയാനുള്ളൂ. CKC എന്റർപ്രൈസസിന് എതിരാളികളില്ല എന്നത്. ഗൗതം ഇനി ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല. ഗൗതമിന്റെ എല്ലാ ക്ലയൻസിനെയും ഞാൻ ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പോവാ. ഒരു മിനിറ്റ്. ഹലോ, നീ ഒന്ന് ഹോൾഡ് ചെയ്ത് ഒരൊറ്റ മിനിറ്റ്. ഒരു അർജന്റ് കോളാ, ഞാനിപ്പോ വരാം. ശരി. CKC ഇപ്പൊ വിളിച്ചത് ആരായിരിക്കും? എന്താ മോളെ? ആന്റി, ഞാൻ അവിടെ വെച്ചിരുന്ന മൈക്കിൽ കൂടി CKC പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എന്തോ ബിസിനസ് കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചോണ്ടിരുന്നത്. അപ്പോ CKCക്ക് ഒരു കോള് വന്നു. അർജുന്റെ കോളാണെന്ന് പറഞ്ഞ് CKC അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി. ആരായിരിക്കും വിളിച്ചത്? അതറിയില്ല. ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു രഹസ്യം ഉണ്ട് ആന്റി. മൈക്കിനരികിൽ നിന്ന് മാറിയതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാനും പറ്റുന്നില്ല. ആന്റിക്ക് അയാളുടെ സംസാരം ഒന്ന് ശ്രദ്ധിക്കാമോ? അയാളുടെ വിവരങ്ങൾ ചോർത്താനാണല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത്. മോള് വെച്ചോ, അയാൾ എവിടെയാന്ന് ഞാനൊന്ന് നോക്കട്ടെ.